നമ്മളിപ്പം വീണ്ടും കശ്മീർ ഇഷ്യൂ വീണ്ടും ചർച്ചാ വിഷയമാവുകയാണ്. നമുക്കറിയാം ഒരു പരിധിവരെ അവിടെ വയലൻസ് കുറഞ്ഞു വന്ന ഒരു സ്റ്റേജിൽ ആണ് നിൽക്കുന്നത്. പക്ഷെ എന്നാലും ഇടയ്ക്കിടയ്ക്ക് അവിടെ ടെററിസ്റ്റ് അറ്റാക്സ് നടക്കാറുണ്ട്, കാഷ്വാലിറ്റീസ് ഉണ്ടാവാറുണ്ട്. അവിടുത്തെ മൈനോറിറ്റീസായ ഹിന്ദുസിൻ്റെ കാഷ്വാലിറ്റീസ് നമ്മൾ കാണാറുണ്ട്. അപ്പോൾ വീണ്ടും ചർച്ചയാവുന്നുണ്ട് കശ്മീരിൽ എന്താണ് സംഭവിക്കുന്നത്, കശ്മീരിൽ എന്തുകൊണ്ട് വീണ്ടും ഈ വയലൻസ് കൂടുന്ന, അല്ലെങ്കിൽ ആർട്ടിക്കിൾ 370 മാറ്റിയിട്ട് എന്ത് നേട്ടമാണ് ഉണ്ടായത് എന്നുള്ള ചോദ്യങ്ങളൊക്കെ അവിടെ വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ, ഒന്നാമത് കശ്മീർ ഇഷ്യൂ ഒരു ദിവസത്തെയോ അല്ലെങ്കിൽ ഒരു വർഷത്തെയോ 2 വർഷത്തെയോ 5 വർഷത്തെയോ ഒരു വിഷയമല്ല. നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ 1947 തൊട്ടേ ഉള്ള വിഷയമാണ് ഈ കശ്മീർ ഇഷ്യൂ. അതിൽ തന്നെ 1989 തൊട്ട് കശ്മീർ കത്തുകയാണ്. ആ കത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വയലൻസിൻ്റെ ഏറ്റവും ഒരു കാലത്ത് ലോകത്ത് തന്നെ ഏറ്റവും ഭയാനകമായിട്ടുള്ള സിറ്റുവേഷനുള്ള ഒരു സോണാണ് കശ്മീർ എന്ന് വിശേഷിപ്പിച്ച ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. അത് തന്നെ ലൈൻ ഓഫ് കൺട്രോൾ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ യുദ്ധം വരെ നടന്നിട്ടുണ്ട്. കാർഗിൽ ആയാലും ശരി, 1971 വാർ ആയാലും ശരി, അവിടെയൊക്കെ യുദ്ധം നടന്ന ഒരു ഏരിയയാണ്. ഏറ്റവും ആക്റ്റീവായിട്ടുള്ള ഒരു കോമ്പാറ്റ് സോൺ എന്ന് പലരും വിശേഷിപ്പിച്ച ഒരു ഏരിയയാണ് ഈ കശ്മീർ. അപ്പോൾ കശ്മീർ എന്ന് പറയുന്നത് ഇന്ന് നമ്മൾ നോക്കുന്ന ഒരു ടൂറിസ്റ്റ് എന്നുള്ള നിലയിൽ മാത്രമല്ല, ഒരു യുദ്ധം നടക്കാൻ സാധ്യതയുള്ള അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ഏരിയ ആയിരുന്നു എന്ന് ഫസ്റ്റ് ആളുകൾ മനസ്സിലാക്കണം. കാരണം 2 സൈന്യം അവർ നേരിട്ട് ഐബോൾ ടു ഐബോൾ കോൺടാക്ട്, അതായത് തൊട്ടടുത്ത് തന്നെ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ലൈൻ ഓഫ് കൺട്രോളിൽ ഡോമിനേറ്റ് ചെയ്യാൻ വേണ്ടിയുള്ളൊരു വിശേഷം ഇപ്പോഴും നടക്കുന്ന ഒരു കാര്യമാണ്. അവിടെ തന്നെ 89 തൊട്ട് 1989 തൊട്ട് തീവ്രവാദത്തിൻ്റെ അല്ലെങ്കിൽ ഭീകരവാദത്തിൻ്റെ ഏറ്റവും ഭയാനകമായിട്ടുള്ളൊരു സിറ്റുവേഷനിലേക്ക് കടന്നു പോയിക്കൊണ്ടിരുന്ന ഒരു സ്റ്റേറ്റ് അല്ലെങ്കിൽ ഒരു ഏരിയ ആണ് ഈ കശ്മീർ. അവിടെ നിന്നാണ് നമ്മൾ ഇന്ന് ഇന്ന് എന്താണ് നടക്കുന്നതെന്നുള്ളത് ഫസ്റ്റ് നമ്മൾ നോക്കുക. ഇന്ന് കശ്മീരിൽ ആർട്ടിക്കിൾ 370 എടുത്ത് മാറ്റി. അതിലൂടെ ഭാരതത്തിൻ്റെ മറ്റ് സ്ഥലങ്ങളെയും കശ്മീരുമായിട്ട് ഇൻറ്റഗ്രേറ്റ് ആണ് ചെയ്തത്. അതിലൂടെ എന്ത് സംഭവിച്ചു? അവിടെ ധാരാളം ഡെവലപ്മെൻറ്റ് നടക്കുന്നു. അതായത് ഇന്ന് കശ്മീരിൽ ഞാൻ എൻ്റെ ഏകദേശം 8 വർഷം കശ്മീരിൽ ഞാൻ സ്പെൻഡ് ചെയ്തിട്ടുണ്ട്. അവിടെ സ്പെൻഡ് ചെയ്ത സമയത്ത് കശ്മീരിലെ ആളുകൾ പറയും, നിങ്ങൾ ഡൽഹിയിലോ അല്ലെങ്കിൽ എവിടെയെങ്കിലും വേറെ ഏതെങ്കിലും സ്ഥലത്ത് പോയിട്ടുണ്ടെങ്കിൽ ഇല്ല, ഞാൻ വേറെ ഇന്ത്യയിലെങ്ങും, അതായത് ഭാരതത്തിൽ പോകുന്നുള്ള രീതിയിലാണ് അവർ പറയുന്നത്. ഡൽഹിയിൽ പോകുന്നതിനെക്കാട്ടി അവർ ഭാരതം, അതായത് അവർ വേറൊരു രാജ്യമാണ്, ഭാരതത്തിൻ്റെ ബാക്കിയുള്ള രാജ്യത്തിന് കണക്കല്ല എന്നുള്ളൊരു ഏലിനേഷൻ, അല്ലെങ്കിൽ അവിടെ ഒരു സ്വന്തം നാട് ഭാരതമാണെന്നുള്ളൊരു തോന്നൽ പോലും ഇല്ലാത്ത ആളുകളോട് ഉണ്ടായിരുന്നു. ഇന്ന് ഏറ്റവും കൂടുതൽ ഡെവലപ്മെൻറ്റ് നടക്കുന്ന ഒരു സ്ഥലമാണ് കശ്മീർ. ഇപ്പം നമുക്കറിയാം ധാരാളം ഇന്ന് തന്നെ കഴിഞ്ഞ ആഴ്ച തന്നെ ലോകത്ത് തന്നെ ഏറ്റവും വലിയ ഒരു ഈ റെയിൽവേ ബ്രിഡ്ജ്, അതായത് ഫ്രാൻസിൻ്റെ ഐഫിൾ ടവറിൻ്റെ അത്ര പൊക്കമുള്ള ഒരു ബ്രിഡ്ജ് നമ്മൾ ഇപ്പം നിർമ്മിച്ചു കഴിഞ്ഞു കശ്മീരിൽ. അപ്പം ഇങ്ങനത്തെ പല രീതിയിലുള്ള ഡെവലപ്മെൻറ്റ് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം. രണ്ടാമത്തെ സാഹചര്യം, ഏറ്റവും കൂടുതൽ ടൂറിസ്റ്റ് വരുന്ന ഒരു സാഹചര്യം. അതായത് ഓരോ വർഷം 2021, അതായത് കോവിഡ് കഴിഞ്ഞ 22, 23 കാലഘട്ടത്തിൽ ഏറ്റവും റെക്കോർഡ് ആളുകൾ ടൂറിസ്റ്റ് വരുന്ന ഒരു സമയം. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഡെവലപ്മെൻറ്റ് നടക്കുന്ന ഒരു കാലഘട്ടം, ടൂറിസ്റ്റുകൾ വരുന്ന ഒരു കാലഘട്ടം, ആൻഡ് വയലൻസ് ലെവൽ വളരെ താഴ്ന്നു നിൽക്കുന്ന ഒരു സാഹചര്യമാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പം ചോദിക്കുക, എങ്ങനെയാണ് പിന്നെ ഇത്രയും ഈ ഒരു വീണ്ടും പൊട്ടലും ഒക്കെ നടക്കുന്നതെന്ന്, അല്ലെങ്കിൽ ഈ ഒരു കാഷ്വാലിറ്റീസ് എങ്ങനെയാണ് നടക്കുന്നതെന്ന്? ഒരു കാര്യം വളരെ വ്യക്തമായിട്ട് എനിക്ക് പറയാനുള്ളത്, അതായത് കശ്മീരിൽ ഇപ്പോഴും ഭീകരവാദം ഉണ്ട്. അതായത് ഭീകരവാദം 0 അല്ല. അവിടെ ഇപ്പോഴും ആളുകൾ, ചിലവരെങ്കിലും പാകിസ്ഥാൻ്റെ സപ്പോർട്ടിലൂടെ തോക്കും AK-47 എടുത്ത് അതിനിടയ്ക്ക് കറങ്ങുന്ന ആളുകളുണ്ട്. അതിനെ 0 ആയിട്ട് നമുക്ക് പറ്റത്തില്ല. 0 ടെററിസം എന്ന് പറയുന്നത് ഒരു പോളിസിയിൽ വേണമെങ്കിൽ നമുക്ക് പറയാം, അതായത് ഒരു രാഷ്ട്രീയപരമായിട്ട് നമുക്ക് പറയാം. പക്ഷേ ടാക്ടിക്കലി അല്ലെങ്കിൽ ഒരു സ്ട്രാറ്റജിക്കലി അതൊരു പോസിബിൾ അല്ല. കാരണം അത് എനിക്ക് തോന്നുന്നു കേരളത്തിൽ 0 ആക്സിഡൻറ്റ് നടക്കും എന്നുള്ളത് ഒരു പോളിസിയാണ്. പക്ഷേ എപ്പോഴെങ്കിലും 0 ആക്സിഡൻറ്റ് ഒരു ദിവസം നടക്കത്തില്ല എന്ന് പറയുന്നത് ഒരു സ്വാഭാവികമായിട്ട് നടക്കത്തില്ല എന്നുള്ള, വണ്ടികൾ റോഡിൽ കൂടെ ഓടിക്കൊണ്ടിരിക്കുന്നത് പോലെ തന്നെ അവിടെ തോക്കെന്ന് ഈ ആളുകൾ കയ്യിലുണ്ടോ അന്ന് ഈ വയലൻസ് നടക്കും. പക്ഷെ നമുക്കതിനെ കൺട്രോൾ ചെയ്യാൻ പറ്റും. അതിന് നമ്മളൊരു ത്രഷോൾഡ് എന്ന് പറയുന്നത്, അതായത് നമ്മളൊരു കൺട്രോളിന് അപ്പുറത്തേക്ക് അതിനെ കടന്ന് പോകാൻ അനുവദിക്കാത്ത ഒരു സ്റ്റേജിലേക്ക് നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. പക്ഷേ 0 വയലൻസ് എനിക്ക് തോന്നുന്നില്ല നടക്കും. കാരണം
ഒരു രാജ്യം, പാകിസ്ഥാൻ എന്നുള്ള രാജ്യം, അവരുടെ അജണ്ടയാണ് ഈ ഭാരതത്തിൻ്റെ ഉള്ളിൽ ഇതുപോലത്തെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുക, പ്രത്യേകിച്ച് കശ്മീരിൽ. അവരെ സംബന്ധിച്ചോളം കശ്മീർ ഇല്ലെങ്കിൽ പാകിസ്ഥാൻ ഇല്ല എന്ന് വിശ്വസിക്കുന്ന ഒരു രാജ്യം. അവിടെ എങ്ങനെയാണ് അവർക്ക് പിന്നെ ഈ കാശ്മീരിൻ്റെ ഉള്ളിൽ വയലൻസ് കുറയ്ക്കാൻ സമ്മതിക്കുക? ഒരിക്കലും സമ്മതിക്കത്തില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ വയലൻസ് നടക്കും, പക്ഷെ ആ വയലൻസിനെ കൺട്രോൾ ചെയ്യാൻ മാത്രമേ നമുക്ക് സാധിക്കൂ. ഇപ്പോഴത്തെ അവസ്ഥയിലും തീർച്ചയായിട്ടും സൗത്ത് കശ്മീർ, അതായത് ഈ ഹാജിപ്പീറിൻ്റെ താഴെയുള്ള ആ ഒരു ഏരിയയിൽ, പ്രത്യേകിച്ച് രജൗരി സെക്ടറിലൊക്കെ വയലൻസ് കൂടുന്നുണ്ട്. അതിൻ്റെ കാരണം ഞാൻ മനസ്സിലാക്കുന്നത്, ഒന്ന്, ഈ കശ്മീർ താഴ്വാര എന്ന് പറയുന്ന സ്ഥലത്ത് ഒരുവിധം നല്ല രീതിയിൽ ഫോഴ്സസ് ഓൾറെഡി ഉണ്ട്. അതായത് ഡെൻസിറ്റി ഓഫ് ഫോഴ്സസ്, അതായത് ഈ ഫോഴ്സസിൻ്റെ അവൈലബിലിറ്റി അവിടെ ധാരാളമുണ്ട്. അതുകൊണ്ട് ഈ ടെററിസ്റ്റിന് അവിടെ സ്ട്രൈക്ക് ചെയ്യാൻ പറ്റുന്നില്ല. അവർക്ക് ഒരു രീതിയിലും അവിടെ ഓപ്പറേറ്റ് ചെയ്യാനുള്ള വലിയൊരു പ്രശ്നം വരുന്നുണ്ട്. സൗത്ത് കശ്മീരിൽ പ്രത്യേകിച്ച് രജൗരി പുഞ്ച് സെക്ടറിൽ നിന്നും ചൈനീസിൻ്റെ ഒരു പ്രശ്നം വന്ന സമയത്ത് കുറച്ച് ട്രൂപ്സ് അവിടെ നിന്ന് നമ്മൾ ചൈന ബോർഡറിലേക്ക് അയക്കേണ്ടി വന്നു. അപ്പോൾ അവിടെ ഒരു ചെറിയൊരു വാക്യൂം ഉണ്ട്. അതായത് അവിടെ സൈന്യം ഇല്ല എന്നല്ല, പക്ഷെ അവിടെ ഒരു വാക്യൂം ഉണ്ട്. അതുപോലെ തന്നെ അവിടുത്തെ ഒരു ട്രഡീഷണലായിട്ട് ഈ നോർത്ത് കശ്മീരിനെക്കാട്ടി കുറച്ചുകൂടെ ഈസി ആയിട്ട് നുഴഞ്ഞു കയറ്റം നടക്കുന്ന ഒരു മേഖല കൂടിയാണ് ഈ സൗത്ത് കശ്മീർ അല്ലെങ്കിൽ ഈ രജൗരി പുഞ്ച് സെക്ടർ എന്ന് പറയുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും അവർ വീണ്ടും ആ ഏരിയ അവർ ആക്റ്റീവ് ആക്കാനുള്ള ശ്രമം നടക്കുന്നുണ്ട്. മൂന്നാമതായിട്ട് ഈ ഏരിയയിൽ ഹിന്ദു കമ്മ്യൂണിറ്റി ഉള്ള ഏരിയസാണ്. അപ്പം ഹിന്ദു കമ്മ്യൂണിറ്റിയെ ടാർഗറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിന് ഭാരതത്തിൻ്റെ മറ്റ് ഭാഗങ്ങളിലും ഒരു കമ്മ്യൂണലായിട്ടുള്ള ഒരു ടെൻഷൻ ഉണ്ടാക്കാൻ സാധിക്കും എന്നുള്ളൊരു തോന്നലും അവർക്കുണ്ട്. അപ്പോൾ ഇതെല്ലാം വെച്ചിട്ടാണ് ഇപ്പോൾ രജൗരി പുഞ്ച് സെക്ടറിൽ സെക്യൂരിറ്റി ഫോഴ്സസിനെയും സിവിലിയൻസിനെയും അവർ ടാർഗറ്റ് ചെയ്യുന്നത്. അത് ഡെഫിനറ്റ്ലി നടക്കാൻ പാടില്ല. പക്ഷേ മാക്സിമം കാഷ്വാലിറ്റീസിനെ സ്റ്റോപ്പ് ചെയ്യാനുള്ള എല്ലാ രീതിയിലുള്ള നടപടി ആർമി എടുക്കുന്നുണ്ടെങ്കിൽ തന്നെയും ചില കാര്യങ്ങളിൽ ചില സ്ഥലത്ത് അത് കാഷ്വാലിറ്റീസ് നടക്കുന്നുണ്ട്. അപ്പം എനിക്ക് പറയാനുള്ളത്, ഇപ്പോൾ ഈ ഒരു കഴിഞ്ഞ ഇലക്ഷനിൽ കശ്മീർ റെക്കോർഡ് ഭൂരിപക്ഷത്തിലാണ് ആളുകൾ വന്ന് വോട്ട് ചെയ്തത്. പ്രത്യേകിച്ച് ബാരാമുള്ളയൊക്കെ പോലുള്ള സ്ഥലത്ത്, ഞാനൊക്കെ അവിടെ ഓപ്പറേറ്റ് ചെയ്യുന്ന സമയത്ത് ഒരു ബൂത്തിൽ 0 പോളിംഗ് പോലും നടന്നിട്ടുള്ള ഒരു സ്ഥലങ്ങളുണ്ടായിരുന്നു. ഇന്ന് അവിടെ ഏകദേശം 60% അടുപ്പിച്ചൊക്കെ ആളുകൾ വന്ന് വോട്ട് ചെയ്ത ഒരു ഏരിയയാണ്. അപ്പം ലോകത്തെ മുൻപിൽ ഇന്ന് കശ്മീർ ഒരു സക്സസ് സ്റ്റോറിയാണ്. G20 മീറ്റിംഗ് കശ്മീരിലെ ശ്രീനഗറിൽ നടന്നിട്ടുണ്ട്. യോഗാ ദിനത്തിൽ നമ്മുടെ പ്രധാനമന്ത്രി മോദിജി അവിടെ നിന്നിട്ട് ശ്രീനഗറിൽ നിന്നാണ് രാഷ്ട്രത്തിനെ സംബോധന ചെയ്തതും അവിടെ നിന്നിട്ടാണ് യോഗയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തത്. അപ്പം ഓവറോൾ കശ്മീർ താഴ്വരയിൽ ഒരു ശാന്തി വരുന്നുണ്ട്, ഡെവലപ്മെൻറ്റ് വരുന്നുണ്ട്, ആളുകളിൽ മടുപ്പ് വരുന്നുണ്ട്. മുൻപെങ്കും ശ്രീനഗറിലെ ലാൽ ചോക്ക് എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്. ആ ലാൽ ചോക്കിൽ സാധാരണക്കാർക്ക് നടന്നു പോകാൻ പോലും പറ്റാത്തൊരവസ്ഥ ഉണ്ടായിരുന്നു. എപ്പോൾ വേണമെങ്കിലും ബോംബ് പൊട്ടുമെന്നുള്ള. ആ ലാൽ ചോക്കിൽ ഭാരതത്തിൻ്റെ ഫ്ലാഗ് പറക്കുന്ന ഒരു സാഹചര്യം വരെ ഇപ്പം ഉണ്ട്. അപ്പോൾ ഒരു നോർമൽസിയിലേക്ക് മാറുന്ന ഒരു കശ്മീർ, ആളുകൾക്ക് ഡെവലപ്മെൻറ്റ് വേണം എന്നുള്ളൊരു തോന്നൽ, ഡെമോക്രസി, അതായത് ഈ നമ്മളെ ഒരു ഇലക്ഷനൊക്കെ നടക്കുമ്പോൾ അതിനകത്ത് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുള്ള രീതിയിലേക്ക് മാറുമ്പോൾ തീർച്ചയായിട്ടും പാകിസ്ഥാൻ എന്താണ് ആഗ്രഹിക്കുന്നത്? ഇതിനെ എങ്ങനെയെങ്കിലും തടയണം. ലോകരാഷ്ട്രങ്ങളിൽ കശ്മീർ ഇഷ്യൂ എങ്ങനെയെങ്കിലും കശ്മീരിൽ ഒരു പ്രശ്നമുണ്ട് എന്ന് വരുത്തി തീർക്കാനുള്ള എല്ലാ ശ്രമവും അവർ നടത്തിക്കൊണ്ടിരിക്കും. അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ ഈ കാഷ്വാലിറ്റീസ് ഉണ്ടാക്കാനുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അവിടെ അവർ ടാർഗറ്റ് ചെയ്യുന്നത് ആ ഏരിയയാണ്, അവർക്കുള്ള സ്വാധീനമുള്ള സ്ഥലവും അല്ലെങ്കിൽ അവർക്ക് ഓപ്പറേഷനിൽ കുറച്ചും കൂടെ ഈ സക്സസ് കിട്ടാമെന്നുള്ള ഒരു ഏരിയയിലാണ് അവർ ടാർഗറ്റ് ചെയ്യുന്നത്. പക്ഷേ അതിന് കൗണ്ടറായിട്ട് നമ്മുടെ രാജ്യത്തെ ആർമിയും BSFും മറ്റ് ഓർഗനൈസേഷൻസ് എല്ലാം അതിനെ കൗണ്ടർ ചെയ്യാനുള്ള ക്യാപ്പബിലിറ്റി ഉണ്ട്. അത് അവർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പറഞ്ഞു വന്നത്, ഇത് കശ്മീർ എന്തോ കത്തുന്ന രീതിയിലേക്കുള്ള ഒരു നരേറ്റീവ് സൃഷ്ടിക്കാനുള്ള ശ്രമം നടത്തുന്നത് തെറ്റാണ്. കശ്മീരിൽ അങ്ങനത്തെ ഒരു വിഷയമല്ല. പണ്ട് കശ്മീർ കണ്ടിട്ടുള്ളവരും കാലാകാലങ്ങളിൽ കശ്മീരിനെ കുറിച്ച് അനലൈസിസ് ചെയ്യുന്നവർക്കും അറിയാം ഇപ്പോൾ കശ്മീർ എവിടെയാണ് നിൽക്കുന്നതെന്ന്. പ്രത്യേകിച്ച് ഒരു ആവറേജ് കശ്മീരി ഒരു യുവാവ് അവരുടെ ചിന്തയിൽ എന്തുമാത്രം മാറ്റം വന്നിട്ടുണ്ടെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. പക്ഷെ വയലൻസ് 0 ഒരിക്കലും ആവാൻ പോകുന്നില്ല. അതിന് ടിൽ ദ ടൈം പാകിസ്ഥാനുള്ളിൽ നിന്ന് ഈ ഇൻഡസ്ട്രി, ഞാനതിനെ ഇൻഡസ്ട്രി എന്ന് പറയുന്ന ടെററിസത്തിൻ്റെ ഒരു ഇൻഡസ്ട്രി അവർ കൾട്ടിവേറ്റ് ചെയ്ത് അവിടുന്ന് ടെററിസ്റ്റ് ഇങ്ങോട്ട് അയക്കുന്ന സമയം വരെ, അത് നിർത്തുന്ന സമയം, എപ്പോഴും അത് നിർത്തുന്നോ അന്ന് നമുക്ക് 0 വയലൻസിലേക്ക് പോകാം. അതല്ലാതെ അവരവിടെ ഈ ഇൻഡസ്ട്രി നടത്തിക്കൊണ്ടിരിക്കുമ്പം ഒന്നും അറിയാത്ത യുവാക്കളെ തോക്കും പിടിച്ച് അവിടെ തള്ളി ഇങ്ങോട്ട് വിടുന്ന ആ ഒരു കാലഘട്ടത്തിൽ വയലൻസ് നടക്കും. പക്ഷെ ആ വയലൻസിനെ ഒരു ലെവലിൽ കൺട്രോൾ ചെയ്ത് പോകാൻ മാത്രമേ സാധിക്കൂ. അത് തന്നെയാണ് ഇപ്പോഴും നടക്കുന്നത്. അതല്ലാതെ കശ്മീർ വളരെ നല്ല ഒരു രീതിയിലേക്ക് മുന്നോട്ട് പോകുമ്പോൾ അവിടെ ഒരു തെറ്റായ ഒരു പ്രചരണം നടത്തി കശ്മീരിൽ വലിയ രീതിയിൽ കത്തുകയാണ്, കശ്മീരിൽ വലിയ രീതിയിലേക്കുള്ള ഒരു പ്രശ്നം വന്നു, ആർട്ടിക്കിൾ 370 എടുത്ത് കളഞ്ഞുകൊണ്ടാണ് ഇതൊക്കെ സംഭവിക്കുന്നത് പറഞ്ഞത് ഒരു തെറ്റായ കാര്യമാണ്.
ഇത് തന്നെയാണ് ആക്ച്വലി പാകിസ്ഥാനിന് ആവശ്യം. നമ്മൾ ഈ കാര്യം പറയുന്നത്, അതായത് കശ്മീരിൽ കത്തുകയാണ് എന്ന് തന്നെയാണ് പാകിസ്ഥാൻ ശ്രമിക്കുന്നത്, അങ്ങനെയാണ് നടക്കുന്നതെന്ന് ആ ഒരു നരേറ്റീവാണ് പാകിസ്ഥാൻ ചെയ്യാൻ നോക്കുന്നത്. അതിന് നമ്മൾ രാഷ്ട്രീയ നേട്ടത്തിന് വേണ്ടി അറിഞ്ഞോ അറിയാതെയോ നമ്മളതിന് തലവെച്ച് കൊടുക്കരുതെന്ന് മാത്രമാണ് എനിക്ക് ഈ കാര്യത്തിൽ പറയാനുള്ളത്.